പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖിനായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് സ്ഫുടം ചെയ്തെടുക്കാത്ത ഒരു സ്വർണത്തിൻ്റെ കട്ടി തോലിൻ്റെ ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് മദീനയിൽ അല്ലാഹുവിൻ്റെ റസൂലിന് അയച്ചു കൊടുത്തു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വർണ്ണക്കട്ടി 4 വ്യക്തികൾക്കിടയിൽ വീതിച്ചു കൊടുത്തു. പരമദരിദ്രരായ 4 മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ സ്ഫുടം ചെയ്യപ്പെടാത്ത ഈ സ്വർണത്തിൻ്റെ കട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളെ വിളിച്ചുകൂട്ടി വീതിച്ചു കൊടുത്തു. ആ വീതം വെപ്പ് കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, നഹ്നു അഹഖു ബിഹാദ, സത്യത്തിൽ ഞങ്ങളായിരുന്നു ഏറ്റവും അർഹർ, അവരെക്കാൾ കൂടുതൽ ആ സ്വർണ്ണക്കെട്ടി കിട്ടാൻ അർഹതപ്പെട്ടവർ ഞങ്ങളായിരുന്നു, പക്ഷെ റസൂൽ നമ്മളെ അവഗണിച്ച് കളഞ്ഞല്ലോ എന്ന് പുറത്തു പറഞ്ഞ വർത്തമാനമാണ്. പക്ഷെ റസൂലുള്ളാഹിയുടെ ചെവിയിലേക്ക് ഈ വാർത്ത എത്തുന്നുണ്ട്. നബിയെക്കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം ജനങ്ങളിൽ ചിലർ ഈ ഘട്ടത്തിൽ പറഞ്ഞു എന്നറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് റസൂല് പറയുന്നുണ്ട്, അലാ തഅ്മനൂനനി വ അന അമീനു മൻ ഫിസ് സമാ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ആകാശത്തുള്ളവൻ എന്നെ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രഭാതത്തിലും പ്രദോഷത്തിലും ആകാശത്തുള്ളവൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട്. എന്നെ വിലക്ക് എത്ര ഘട്ടങ്ങളുണ്ട്. എനിക്ക് നിർദ്ദേശം നൽകുന്ന, ഉപദേശം നൽകുന്ന അന്യായം ഞാൻ ചിന്തിച്ചാൽ പോലും എന്നെ തിരുത്താവുന്ന വിധം സദാ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു ഉത്തരവാദിത്തത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ എന്നെ ആകാശത്തുള്ളവൻ വിശ്വസിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്നെ അവിശ്വസിക്കുകയാണോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ വളരെ വൈകാരികമായ ഒരു രംഗമാണ് അല്ലാഹു റസൂലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഘട്ടത്തിലും ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഒരാൾ എഴുന്നേറ്റ് നിന്നു. അയാളുടെ കണ്ണുകൾ കുഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് എല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യന് വലിയ താടിയുണ്ടായിരുന്നു. അയാളുടെ വസ്ത്രം കണ്ണും കാലിന് മുകളിൽ തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആ മനുഷ്യൻ പറയുന്നുണ്ടായിരുന്നു, യാ റസൂലല്ലാഹ് ഇത്തഖില്ലാഹ, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ എന്ന്. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് നബിയോട് പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ വീതം വെപ്പിൽ അന്യായം തന്നെയാണ് നടന്നത്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കി ഒരു മനുഷ്യൻ പറയണം. റസൂലിൻ്റെ പ്രതികരണം, വൈലക്, നിനക്ക് എത്ര മോശമായ രീതിയിലാണ്, നിനക്ക് എത്ര വലിയ നാശമാണ്, നീ എത്ര മോശമായി എന്നോട് പെരുമാറുന്നത്. എന്നെക്കാളും ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ എന്നെക്കാളും അല്ലാഹുവിനെ തഖ്വ ചെയ്യാൻ ബാധ്യതപ്പെട്ടയാൾ ആരാ ഉള്ളത്? ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനിലും അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന തഖ്വയെക്കാളും വലിയ തഖ്വ കാണിക്കേണ്ടവൻ ഞാനാണ്. നിങ്ങളെ തഖ്വ പഠിപ്പിച്ചവൻ, റബ്ബിനോട് ഏറ്റവും കൂടുതൽ തഖ്വ വെച്ചു പുലർത്തുന്നവൻ, ആ തഖ്വ പുലർത്തുന്ന ജീവിതത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയും ഏറ്റവും നന്നായത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത എന്നോടാണ് നിങ്ങൾ തഖ്വ ഉപദേശിക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുമ്പോൾ ആ മറുപടി കാതുകുർപ്പിക്കാതെ ആ മനുഷ്യൻ തിരിച്ചു നടന്നുപോയി. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു, നബിയെ, ആ മനുഷ്യന്റെ ഗളച്ഛേദം ചെയ്യട്ടെ എന്ന്, തല വെട്ടിയെടുക്കട്ടെ റസൂലേ എന്ന്. അത് പറയാവുന്ന ഒരു വിഷയമാണ്, പറഞ്ഞു പോകണമല്ലോ. കാരണം ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാതിരുന്നൊരു സമൂഹം, സ്ത്രീലമ്പടന്മാരും കള്ളുകുടിയന്മാരും ഗോത്രപ്പകയിടകളിൽ തമ്മിലടിക്കുകയും ചെയ്തിരുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സമൂഹത്തെ റസൂലുള്ളാഹി വന്നിട്ട് സംസ്കാരത്തിന്റെ ആദ്യപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, ദുനിയാവിനപ്പുറത്ത് പരലോകത്തിന് മുമ്പിൽ വെച്ചു കൊടുത്തു, തഖ്വയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് സമുദ്രിച്ചെടുത്ത് ഒനീമത്തിന്റെ സ്വത്തുക്കൾ വരുമ്പോൾ പലപ്പോഴും ഇവർക്കിടയിൽ കൃത്യമായി വീതിച്ചുകൊണ്ട് അവർക്ക് സംസ്കാരത്തിനൊപ്പം സമ്പത്തും വീതിച്ചു കൊടുത്ത റസൂലുള്ളാഹി ജീവിതത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് മനുഷ്യരെ കൈപിടിച്ച നേതാവ് ആ റസൂലിനെ നോക്കിയിട്ട് പറഞ്ഞത്, ഇത്ര വലിയ ധിക്കാരം അവന് കഴുത്തു വെട്ടണ്ടേ? ന്യായമായിട്ടും അത് ചെയ്യണമെന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് തോന്നി. അദ്ദേഹം അനുവാദം ചോദിച്ചു റസൂലിനോട്. റസൂൽ പറഞ്ഞു, വേണ്ട,
അരുത്, അങ്ങനെ കഴുത്ത് വെട്ടാൻ പാടില്ല. ലഅല്ലഹു യുസല്ലി, ആ മനുഷ്യൻ നമസ്കരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന്. അയാൾ നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ കഴുത്ത് വെട്ടാൻ നമുക്ക് അനുവാദം എവിടെയാ ഉള്ളത് എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ എത്ര നമസ്കാരക്കാരുണ്ട്, കമ്മിൻ മുസല്ലിൻ, എത്രയോ നമസ്കാരക്കാരുണ്ട് റസൂലേ, നെഞ്ചിലുള്ളതല്ല അവർ പുറത്തു കാണിക്കുന്നത്, അവർ നെഞ്ചകത്തുള്ളതല്ല പുറത്തു കാണിക്കുന്നത് റസൂലേ. ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ നമസ്കാരം പ്രകടനമായി നമുക്കിടയിൽ കൊണ്ടു നടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് എന്ന് റസൂലിനോട് പറയുമ്പോൾ അല്ലാഹുവിൻ റസൂൽ പറഞ്ഞത്, ഒരു മനുഷ്യന്റെയും നെഞ്ച് പിളർന്നു നോക്കാൻ, ഒരു മനുഷ്യന്റെയും വയറ് കീറി പരിശോധിക്കാൻ നമുക്ക് അനുവാദമില്ല ഖാലിദേ എന്ന്. ഒരാളെ നെഞ്ച് പിളർന്നിട്ട് അവന് ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട പണി നമുക്കില്ല. ഒരുത്തന്റെയും വയറ് കീറാൻ നമുക്ക് അനുവാദമില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവൻ പുറമേ നമസ്കരിക്കുന്നവനാണോ? നമസ്കരിക്കുന്നവനാണെങ്കിൽ രണ്ടുണ്ട് കാര്യം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ധിക്കാരങ്ങൾ തെറ്റുകളും പ്രവർത്തിച്ചാൽ പോലും നമസ്കരിക്കുന്നവന്റെ വിഷയത്തിൽ രണ്ടുണ്ട് കാര്യം. ഒന്നാമത് മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅഖലദ ബിഹതന ഫഹുവ മിന്ന. ഒന്നാമത്തെ കാര്യം, നമസ്കരിക്കുന്നവനാണോ അവൻ നമ്മളിൽപ്പെട്ടവനാ, അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്. ലഹു ദിമ്മത്തുല്ലാഹി വറസൂൽ. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലെ നമസ്കരിക്കുന്ന, നമ്മുടെ കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന, നമ്മുടെ ബലിമാംസം ഭക്ഷിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനാ, അവൻ നമ്മളിൽപ്പെട്ട മുസ്ലിമാണ്. ലഹു ദിമ്മത്തുല്ലാഹി വറസൂൽ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും സംരക്ഷണയിലാണ് ആ മനുഷ്യനുള്ളത് എന്ന്. നമസ്കരിക്കുന്ന മനുഷ്യൻ റബ്ബിന്റെ സംരക്ഷണത്തിലാണ് ഉള്ളത്. ആ സംരക്ഷണ വലയം ഭേദം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ ആക്രമിക്കാൻ ഒരാൾക്കും അനുവാദമില്ല എന്ന്. ഈ നെഞ്ചകത്ത് എന്തുണ്ട് എന്ന് നമ്മുടെ പരിപാടിയല്ലേ, അത് റബ്ബ് നോക്കിക്കോളും. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നവൻ റബ്ബ. അവർ പ്രകടമായി നമസ്കരിക്കുന്നുണ്ടോ അവൻ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടണം. മുനാഫിക്കായിരിക്കാം, ആയിക്കോട്ടെ, മുനാഫിക്കായിരിക്കാം, ആയിക്കോട്ടെ, അതൊക്കെ റബ്ബിന്റെ കോടതിയില്ല. ഒരു മുസ്ലിം എന്ന എല്ലാ പരിഗണനയും ആ മനുഷ്യന് നൽകപ്പെടണം. അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് ആ മനുഷ്യനത് കൊണ്ട്. ആ മനുഷ്യൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മയ്യിത്തടക്കണം. രോഗിയായാൽ നിങ്ങൾ സന്ദർശിക്കണം. ആ മരിച്ചു പോകുന്ന മനുഷ്യന് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കണം, മറമാടണം. ഇതെല്ലാം നിങ്ങളുടെ ബാധ്യതയാണ്, ഇതെല്ലാം നിങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ സംരക്ഷണമാണ് ആ മനുഷ്യനുള്ളത് എന്ന് നമസ്കരിക്കുന്നയാൾ. ഏതൊരു മുസ്ലിമും നമസ്കാരമുണ്ടോ, ഒരു മുനാഫിക്കായാൽ പോലും പ്രകടമായി നമസ്കരിക്കുന്നവനെ പ്രത്യേകം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇസ്ലാമിൽ. അതാ റസൂൽ പറഞ്ഞു ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാരണം കൂടിയുണ്ട്. നമസ്കാരം എന്നുള്ളത് ഒരു മനുഷ്യന് ഏത് സമയത്തും മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന സംഗതിയാണ്. ഒരു വ്യക്തിയിൽ വെക്കാവുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കരിക്കുന്ന മനുഷ്യൻ അവന് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിതത്തിൽ പരിവർത്തനം ഒരു മനുഷ്യന് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അമല് കൂടിയാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരം ഒരു മനുഷ്യനെ സ്വാധീനിക്കും. 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിലുടനീളം നന്മകൾ കടന്നു വരാനുള്ള സാധ്യത വളരെ വലുതാണ്. ആ മനുഷ്യൻ തെറ്റുകൾ തിരുത്തി ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമസ്കാരം എന്നുള്ളത്, ഒരു നമസ്കാരം കൃത്യമായ ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ നമസ്കാരം ആ മനുഷ്യനെ മ്ലേച്ഛവൃത്തികളിൽ നിന്നും, അരുതായ്മകളിൽ നിന്നും, തിന്മകളിൽ നിന്നും മാറി നടത്താൻ, അവനെ മാറി നടക്കാൻ പ്രേരിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അത് നമസ്കാരത്തിന്റെ സ്വഭാവമാണ്, നമസ്കാരത്തിന്റെ ഒരു ഗുണമാണിത്. കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തി ആരും നിർബന്ധിച്ചിട്ടല്ല, ആരെയും കാണിക്കാനുമല്ല, അള്ളാഹുവിന് വേണ്ടി കൃത്യമായി 5 നേരം സുബോധത്തോടെ സ്വയം തീരുമാനിച്ചൊരു മനുഷ്യന് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന്റെ സ്വാധീനം ആ വ്യക്തിയിൽ ഉണ്ടാവും. ആ സ്വാധീനമുണ്ടെങ്കിൽ അവന് പരിവർത്തനവും ഉണ്ടാകുമെന്നതാണ് ഇസ്ലാം പ്രതീക്ഷ വെക്കുന്നത്. റബ്ബിന്റെ പ്രതീക്ഷയാണ്, റസൂലിന്റെ പ്രതീക്ഷയാണ്, ഏതൊരു വിശ്വാസിയിലുള്ള പ്രതീക്ഷയാണ്. മാറ്റം ഉണ്ടായേക്കാം. റസൂലിന്റെ മുമ്പിൽ ഒരാളെ കുറിച്ച് പരാതി വന്നു, ഈ നമസ്കാരമൊക്കെ ഉള്ള ഒരു വ്യക്തി റസൂലെ, അയാൾ സ്ഥിരം കുറ്റവാളിയാണ് എന്ന്. എന്താ കുറ്റവാളി? അയാൾ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ, അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ ഗൗരവമില്ലാതെ അയാൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇയാൾ ആളെ നമസ്കാരക്കാരനുമാണെന്ന് റസൂലുള്ളാഹി മാ യഖൂൽ, നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ് എങ്കിൽ ആ നമസ്കാരം അയാളെ തടയും. തീർച്ചയായിട്ടും ആ നമസ്കാരവുമായി അയാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരു വസ്തു പോലും മോഷ്ടിക്കാത്ത, ഒരു നാണയം പോലും മോഷ്ടിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ മനുഷ്യന് പരിവർത്തനം കൊണ്ടുവരാൻ നമസ്കാരം ധാരാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നമസ്കാരം നമുക്ക് വലിയ മാറ്റം കൊണ്ടുവരും. ഈ ശുഐബ് നബി അലൈഹിസ്സലാമിനോട് ആ സമൂഹം ചോദിച്ച ചോദ്യം തന്നെ ഇതാണ്, അസ്സലാത്തുക തഅമുറുക, ഈ ശുഐബ് നബി നിങ്ങളുടെ നമസ്കാരമാണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് നമ്മൾ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളെ ഒഴിവാക്കാൻ, നമ്മുടെ സമ്പത്തുകൾ നമ്മൾ ക്രയവിക്രയം നടത്തുമ്പോൾ നീതി കാണിക്കാൻ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണമെന്നും എങ്ങനെ സമ്പാദിക്കണമെന്നും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ നമസ്കാരമാണോ എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് വലിയ ഉപദേശം നടത്തി.
എന്താണ് നിങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുകൾ ഇങ്ങനെ അക്രമം കാണിക്കുന്നത്? വ്യാപാരങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് അക്രമം കാണിക്കുന്നു? ലാഭങ്ങൾക്ക് വേണ്ടി കളവും വഞ്ചനയും അളവ് തൂക്കട്ടൽ തട്ടിപ്പുകളും അങ്ങനെ കാണിക്കുന്ന ഈ മായപ്പണികളൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അരുത്, ഇത് തിന്മയാണ് എന്ന് ശുഐബ് നബി അലൈഹി ഇസ്ലാം ഉപദേശിച്ചു ഒരു സമൂഹത്തെ. കച്ചവടത്തിൽ അരുതായ്മ കാണിച്ചവരെ, അതിൽ നിന്ന് വെള്ളം ചേർത്തവരെ, അതിൽ ചതി കാണിച്ചവരെ ഉപദേശിക്കും. അദ്ദേഹത്തോട് ജനങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളുടെ നമസ്കാരമാണോ നിങ്ങളോട് ഇങ്ങനെ ഉപദേശിക്കാൻ പറഞ്ഞത് എന്ന്? അതേ, നമസ്കാരം തന്നെയാണ്. 5 നേരം കൃത്യമായി അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ നമസ്കാരത്തിന് സ്വാധീനമുണ്ടല്ലോ, അവന്റെ ജീവിതത്തിന്റെ സകല മേഖലയിലും ഉണ്ടാകണം. 5 നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കച്ചവടത്തിൽ ആ സൂക്ഷ്മത വളർത്താൻ ബാധ്യതപ്പെടും. കാരണം അവൻ നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി 5 നേരം കൃത്യമായ ഇടവേളകളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നയാളാണ്. എന്നിട്ട് അള്ളാഹു എന്താ പറഞ്ഞു? നിങ്ങൾ 5 നേരം നമസ്കരിക്കാൻ വേണ്ടി ഓരോ ബാങ്കിലും ഉത്തരം കൊടുത്ത് നമസ്കരിക്കാൻ വന്നിട്ട് നിങ്ങൾ പിന്നെ ജീവിക്കാൻ പൊക്കോളൂ. നിങ്ങൾ ദുനിയാവിന്റെ പിറകെ പോകൂ, പണിയെടുക്കൂ, അധ്വാനിച്ചു സമ്പാദിക്കാൻ പറയുമ്പോൾ അല്ല പറഞ്ഞത് ഫദ്കുറുല്ലാഹ കസീറ. പക്ഷെ അവിടെയൊക്കെ ഈ നമസ്കാരം കൊണ്ടുവന്നൊരു ദിക്റുണ്ടല്ലോ, റബ്ബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അത് നിങ്ങൾക്ക് നിരന്തരമായി ഉണ്ടാകണം. നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ റബ്ബിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവണം. നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ആ കച്ചവടക്കാരൻ, ഓഫീസ് ജോലി എടുക്കുന്നവനും കൂലിപ്പണി എടുക്കുന്നവനും ഒക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിലനിർത്തണം. ആ ദിക്ർ, നമസ്കാരം കൊണ്ടുവന്ന ദിക്റുണ്ടല്ലോ, അതിന്റെ സ്വാധീനം ഉണ്ടാകണം. ഈ കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വിശ്വാസി, അവനിക്ക് കളങ്കം കാണിക്കാൻ കഴിയില്ല, ഒരു കസ്റ്റമറിനെ കബളിപ്പിക്കാൻ കഴിയില്ല, ഒരു യജമാനനെ, ഒരു മുതലാളിയെ പറ്റിക്കാൻ കഴിയില്ല. ഒരു തൊഴിലെടുക്കാൻ പോകുന്നു നമ്മള്, 10 മണി മുതൽ 5 മണി വരെ പണിയെടുക്കാൻ വേണ്ടി ജോലി ഏറ്റിട്ട് 1000 രൂപ ശമ്പളവും കൈപ്പറ്റാൻ വേണ്ടി ഇരിക്കുന്ന നമുക്ക് എങ്ങനെയാണ് അയാളെ പറ്റിക്കാൻ കഴിയുക? ജോലിയിൽ അനാസ്ഥ കാണിച്ചിട്ട് അയാളെ കബളിപ്പിച്ചിട്ട് അധികം സമ്പാദിക്കാമെന്ന് കണക്കാക്കുന്നത് വിശ്വാസിക്ക് ചേർന്ന പണിയല്ല. നമസ്കാരമുള്ളവൻ ഒരിക്കലും അത് കഴിയില്ല. കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന് സകല നീക്കിലെ മേഖലയിലും ഉറപ്പായിട്ടും വ്യക്തമായ ഒരു സൂക്ഷ്മത പുലർത്തും. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. നമസ്കാരമുണ്ട് എങ്കിൽ പ്രതീക്ഷ വെക്കാമെന്ന്. നമസ്കാരമുണ്ടെങ്കിൽ ഖുർആൻ നോക്കുന്ന പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ യകൂനു ഉലൈക മിനൽ മുഹ്തദീൻ. ആരാ പള്ളി പരിപാലിക്കേണ്ടത്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് പള്ളി പരിപാലിക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി കൃത്യമായി നമസ്കരിക്കുന്നവരാണ് പള്ളികൾ പരിപാലിക്കേണ്ടത്. സകാത്ത് കൃത്യമായി കൊടുക്കുന്നവരാണ് പള്ളികൾ പരിപാലിക്കേണ്ടത്. അള്ളാഹുവിനെ അല്ലാത്ത മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരായിരിക്കണം പള്ളികൾ പരിപാലിക്കേണ്ടത്. അങ്ങനെ ഈ പറഞ്ഞ ക്വാളിറ്റികളുള്ള വ്യക്തികളാണ് പള്ളി പരിപാലന രംഗത്ത് വരേണ്ടത്. എന്തുകൊണ്ട്? അവർ ഏറ്റെടുത്ത പണി വൃത്തിയായിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. അത് ക്വാളിറ്റിയാ. നമസ്കാരം നിലനിർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അത് അവൻ നന്നായി ചെയ്യാൻ സാധ്യതയുണ്ട്. അവൻ സൽപാന്താവിലൂടെ നേർമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമസ്കാരം തന്നെ നിലനിർത്തുന്ന വ്യക്തിയാ, കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ സ്വാധീനമുണ്ടാകും. ജീവിതത്തിൽ അവൻ ഏറ്റെടുക്കുന്ന ഏതൊരു ഉത്തരവാദിത്വവും നന്നായി പ്രവർത്തിക്കാനും ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ തിരുത്താനും ഖേദിക്കാനും പശ്ചാത്തപിക്കാനുമുള്ള ഒരു മനസ്താപം അവൻ എപ്പോഴും ഉണ്ടാകും. അതുണ്ടാകുമെന്നുള്ളതാണ്. ഈ അക്രമിയായ ഭരണകൂടങ്ങൾ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വരും. മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ അക്രമികൾ ഭരിക്കുന്ന ഒരു കാലഘട്ടവും വന്നേക്കാം എന്നൊക്കെ റസൂൽ സൂചിപ്പിക്കുമ്പോ അക്രമങ്ങൾ നമ്മൾ ആയുധം കൊണ്ട് ചെറുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ മാസല്ലോ നമസ്കരിക്കുന്ന കാലത്തോളം അരുത് എന്ന്. നിസ്കരിക്കുന്ന ആൾക്കാരോട് അക്രമം ആയുധം കൊണ്ട് മറുപടി പറയാൻ നിൽക്കല്ലേ, അവരിൽ പ്രതീക്ഷ വെക്കാമെന്ന്. അത് നമസ്കാരമുണ്ട് എങ്കിൽ തീർച്ചയായും ജീവിതത്തിന്റെ ഏതൊരു മേഖലയിൽ നമുക്കതിന്റെ മാറ്റം കാണണം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്ന ആൾക്കാരെ കൂടുതലുള്ളത്? നമസ്കരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ നമസ്കാരവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. 5 നേരം നിസ്കരിക്കാൻ വരുന്ന പല ആൾക്കാരും അവരാണ് പല നാടുകളിലെയും ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഏറ്റവും വലിയ ഫിത്നകളുടെ വേര് എന്ന് പറയാവുന്ന വിധം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മോശമായ ഒരുപാട് പ്രശ്നങ്ങൾ നമസ്കാരക്കാരിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയാണ്. വലിയ നിസ്കാരക്കാരാണ്. ഈ നിസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ചായ കുടിക്കരുന്നാല് നാട്ടിലെ മുഴുവൻ ഫിത്നയും പറയും. ഗൈബത്തിനും നമീമത്തിന്റെയും ഹോൾസെയിലും റീറ്റെയിലും പരിപാടി ചെയ്യുന്ന ആൾക്കാര് പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുന്ന ആൾക്കാരാ. ആ അവസ്ഥയായിട്ടുണ്ട്. നമ്മുടെ വലിയ ഹാജിയാരാണ്, വലിയ നിസ്കാരക്കാരാണ്, നെറ്റിയിൽ നല്ല കനത്തിന് എന്ത് ചെയ്യുക, തഴമ്പുകൊണ്ട് നിസ്കാര തഴമ്പ്. പക്ഷെ കച്ചവടത്തില് ഒരു നീതിയില്ല, ഒരു ന്യായം നോക്കാറില്ല. അവന്റെ സ്വകാര്യമായ ലാഭം മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെ നമസ്കരിക്കുന്ന ചില ആൾക്കാരെ കാണാൻ കഴിയും. ഈ നിസ്കാരം ഉണ്ടായിട്ടും ഈ മനുഷ്യൻ ജീവിതത്തിൽ നന്മകൾ മാറി നിൽക്കുന്നു. മ്ലേച്ഛവൃത്തികളോട് അവർക്ക് വലിയ അറപ്പില്ല.
തിന്മകളോട് വെറുപ്പില്ല, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. എന്നാൽ നമസ്കരിക്കാൻ എല്ലാ ദിവസവും സഫിൽ കാണാൻ കഴിയും, നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ സ്വാധീനമില്ല. എന്തുകൊണ്ട്? അങ്ങനെ നിസ്കാരമില്ല എങ്കിൽ മല്ലം തൻഹാ സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ഫലാ സ്വലാത്തു ലഹു എന്ന്. ഒരു മനുഷ്യന്റെ നമസ്കാരം മ്ലേച്ഛവൃത്തികളിൽ നിന്നും തിന്മയിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്നില്ലെങ്കിൽ അവൻ നമസ്കാരമേ ഇല്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ പിന്നെ എന്താണ് ഈ നടക്കുന്നത്? നിസ്കാരമല്ലേ നടക്കുന്ന നിസ്കാരം തന്നെയാണ്, പക്ഷെ ചില ചേഷ്ടകൾ മാത്രമായി അവസാനിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നമ്മൾ കാണിക്കുന്ന കുറെ പ്രഹസനങ്ങളും ഒരു നാടകീയമായി നമ്മൾ നിർവഹിക്കുന്ന കുറെ പ്രകടനങ്ങളും മാത്രമായി നമസ്കാരം മാറുന്നുണ്ട്. നമസ്കാരത്തിന്റെ അന്തസത്തയിലേക്ക്, അതിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചില്ല നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതാ കാര്യം. നിസ്കരിക്കുന്ന മനുഷ്യ ആലോചിക്കണം, നമ്മൾ നമസ്കരിക്കുന്ന ആൾക്കാരാണ്, ശരിയായി നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെ നമസ്കാരമൊക്കെ ശരിയാവുന്നുണ്ടോ എന്ന്, അത് പൂർണ്ണമായി അള്ളാഹു ഉദ്ദേശിച്ച വിധത്തിൽ ആയിട്ടുണ്ടോ എന്ന്, എന്തിനാണ് നമ്മൾ നമസ്കരിക്കാൻ പറഞ്ഞത് എന്ന് ഇല്ല. അതൊന്നും കാണാൻ കഴിയില്ല, നമ്മൾ ആലോചിക്കാറ് പോലുമില്ല. വരുന്നു യഥേഷ്ടം നമ്മൾ സഫിൽ ഇടം പിടിക്കുന്നു, ഒരു യന്ത്രത്തെ പോലെ, കീ കൊടുത്തൊരു പാവയെ പോലെ നമ്മളിങ്ങനെ പ്രവർത്തിച്ചിട്ട് അവസാനം സലാം വിട്ടി ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കണം. ഈ വിശ്വാസികളെ, നമസ്കരിക്കുന്ന വിശ്വാസികളെ കുറിച്ച് ഖുർആൻ സംസാരിച്ചപ്പോൾ രണ്ട് രീതിയിലാണ് സംസാരിച്ചത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖശൂൻ. ഒന്നാമത് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു വിജയികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആരാണ് പാരത്രിക വിജയം കൈവരിക്കുന്നത് എന്ന് അല്ലാഹു വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഒന്നാമത് പറഞ്ഞത് മുഅ്മിനീങ്ങൾക്കാണ് വിജയം. പാരത്രിക വിജയം ആർക്കെന്നറിയുമോ? അല്ലദീന യരിസൂനൽ ഫിർദൗസ ജന്നാത്തുൽ ഫിർദൗസ് എന്ന മഹത്തായ സ്വർഗീയ സാമ്രാജ്യം ഉടമപ്പെടുത്തുന്ന അവകാശികൾ ആരെന്നറിയുമോ നിങ്ങൾക്ക്? ഒന്നാമത് മുഅ്മിനീങ്ങളാ, ഈമാൻ നെഞ്ചിനകത്തുള്ളവർ, ആദർശം ബലമുള്ളവൻ, വിശ്വാസത്തിൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ഈമാൻ നെഞ്ചിൽ സൂക്ഷിച്ചവർ, അവരാണ് വിജയികൾ. ആ വിജയികളുടെ രണ്ടാമത്തെ യോഗ്യത അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖശൂന, നമസ്കാരത്തിൽ അല്ലാഹുവിനോട് ഭയഭക്തി പുലർത്തിയവർ, നമസ്കാരത്തിൽ ഖുശൂ പുലർത്തിയവർ എന്ന്. രണ്ടാമത് അതാ പറഞ്ഞ നമസ്കാരത്തിന്റെ ആത്മാവെന്നുള്ളത് ദിക്റും ഖുശൂവുമാണ്. ഒരു മനുഷ്യന്റെ നമസ്കാരത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാല് ആ നമസ്കാരത്തിലുടനീളം അവൻ പുലർത്തുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയും ദിക്റും, ആ ആലോചന അവനിൽ ഉണ്ടാക്കുന്ന ഖുശൂവും ഭയഭക്തിയും. ഖൂമൂ ലില്ലാഹി ഖാനിതീന, ഭയഭക്തിയോടെ റബ്ബിന് വേണ്ടി നിൽക്കാൻ, റബ്ബിന് വേണ്ടി നിൽക്കണം. നിങ്ങൾ നിസ്കരിക്കാൻ എവിടെ നെഞ്ചില് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം, ആ ഓർമ്മകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പെടക്കണം. ആ ഭയഭക്തിയോടെ നമസ്കാരങ്ങൾ പൂർത്തിയാക്കിയവർക്കാണ് സ്വർഗമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ. ഇതാ ഒരു ഭാഗത്ത് പറയുന്നത്, മറുഭാഗത്ത് കാണാൻ കഴിയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ. ഈ നമസ്കാരക്കാരുണ്ടല്ലോ അവർക്കാണ് നാശമെന്ന്. അവർക്കാണ് നാശം. എങ്ങനെയാ നമസ്കരിച്ചത്? അശ്രദ്ധവാന്മാരായവർ നമസ്കരിച്ചു. അല്ലദീന ഹും യുറാഊന, അവരെ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ജനങ്ങളൊക്കെ കാണിക്കണം. ജനങ്ങൾ കാണണമെന്ന ഉദ്ദേശത്തോടെ നമസ്കരിച്ച കുറെ ആൾക്കാരുണ്ട്. അശ്രദ്ധയാണ്, നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, റബ്ബിനെ ഓർത്തിട്ടില്ല ഒരു മനുഷ്യൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാവർത്തി പറഞ്ഞു, ഇത് മുനാഫിക്കിന്റെ നിസ്കാരമാണെന്ന്, ഇത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും, അവർ അല്ലാഹുവിനെ പറ്റിക്കുകയാണ്, അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. അവരെങ്ങനെ നിസ്കരിക്കുന്നത്? ഇദാ ഖാമൂ ലിസ്സലാത്തി ലാ യദ്ഖുറൂന ഇല്ലാ ഖലീല എന്ന്. നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അല്ലാഹുവിനെ വളരെ അപൂർവമായി മാത്രം, വളരെ കുറച്ച് മാത്രം ഓർക്കും. അവർ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി നിൽക്കാറില്ല. അലസന്മാരായി നമസ്കരിക്കാൻ നിൽക്കുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ചിന്തകൾ, ആ ഭയഭക്തി തെല്ലും അലട്ടാതെ അവർ യഥേഷ്ടം പ്രവർത്തിച്ച് കടന്നു പോവുകയും ചെയ്യുന്നവരാണ് മുനാഫിക്കീങ്ങൾ. ആ നമസ്കാരമാണ് ഈ കാണുന്നതെന്ന് ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ജനങ്ങളൊക്കെ കാണണം. ഞാനും ഇവിടെ മുസ്ലിമാ, ഞാനും മരിച്ചാൽ ഈ പള്ളിയിൽ നിങ്ങൾ കൊണ്ട് ഈ എന്ത് ചെയ്യണം? ഈ പള്ളിപ്പറമ്പില് നമ്മൾ ഈ മുസ്ലിം ശ്മശാനത്തിൽ അടക്കം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് മുസ്ലിമുകൾക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും കിട്ടാൻ വേണ്ടി ഞാനും മുസ്ലിമാ എന്ന് കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവർ മുനാഫിക്കീങ്ങൾ. ആ നമസ്കാരമാണെന്ന് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് ആലോചിക്കും. നമ്മള് നെഞ്ച് കൈവച്ച് ആലോചിക്കണ്ടേ? ആരെ കുറിച്ച് റസൂൽ പറഞ്ഞ സ്വലാത്തുൽ മുനാഫിഖ് എന്ന്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നമസ്കരിക്കുകയും നമസ്കാരത്തിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചില്ലാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാ. ഇനി നമ്മൾ രണ്ട് നിസ്കാരത്തെ കുറിച്ച് പരിശോധിക്കുക. ഈ രണ്ട് നിസ്കാരങ്ങൾ, ഒന്ന് അള്ളാഹുവിനുള്ള ഭയഭക്തി നിലർത്തി റബ്ബിനെ കുറിച്ച് ഓർത്തുകൊണ്ടുള്ള നിസ്കാരം, അവരാ മുഅ്മിനീങ്ങൾ യഥാർത്ഥ, അവർക്കാ അവർക്കാണ് സ്വർഗമെന്ന് ഖുർആൻ സംസാരിക്കുന്നത്. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവരാ. നമ്മൾ മുഅ്മിനാണോ മുനാഫിക്കാണോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? നമ്മൾക്ക് നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ, ജുമയും ജമാഅത്തുമായിട്ട് ബാക്കി വക്തുകളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാ. നിസ്കാരത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ
നമ്മൾ നിസ്കരിക്കുമ്പോൾ 4-5 മിനിറ്റ് ഇതിനകത്ത് റബ്ബിനെ കുറിച്ചുള്ള ദിക്റുകൾ, റബ്ബിനെ കുറിച്ചുള്ള ഭയഭക്തിയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച് നെഞ്ച് പടഞ്ഞുകൊണ്ട് നമസ്കരിച്ച് എത്ര നിസ്കാരം ഉണ്ടാവും നമുക്ക് ആലോചിച്ചു. ഇല്ല, നമ്മൾ ഇന്ന് നിസ്കരിച്ച സുബഹി വരെയുള്ള അത് പരിശോധിച്ചാൽ സത്യത്തിൽ നമ്മൾ മുനാഫിക്കുകളാണ്. അവരെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് വളരെ കുറച്ചേ റബ്ബിനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ എന്ന് പറഞ്ഞത്. വളരെ കുറച്ചേ ആലോചിക്കാറുള്ളത്. എന്നാൽ കുറച്ചൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ അവരെ മനസ്സിൽ പോലും, മുനാഫിക്കുകളുടെ ഹൃദയത്തിൽ പോലും എവിടെയൊക്കെയോ ചിന്ത കടന്നു പോകാറുണ്ട് റബ്ബിനെ കുറിച്ച്. അപ്പൊ അന്നത്തെ മുനാഫിക്കുകളും നമ്മുടെ ഇന്നത്തെ നിസ്കാരവും തമ്മിലുള്ള അന്തരം. അപ്പൊ അവരെത്രയും നല്ല ആൾക്കാരാ, അവൻ നമ്മളെക്കാൾ ബെറ്റർ എന്ന് തോന്നില്ലേ? നമ്മൾ ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചത്. നമ്മൾ എന്ത് കിട്ടാനുള്ള കടങ്ങളും കൊടുക്കാനുള്ള ബാധ്യതകളും നാളെ കുറിച്ചുള്ള പദ്ധതികളും ഒക്കെ ആസൂത്രണം ചെയ്തത് നിസ്കാരത്തിലാണ്. അല്ലെ, നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടി അവസാനിപ്പിക്കുന്നിടയിൽ എന്തൊക്കെ കാര്യം സ്വസ്ഥമായിട്ടൊന്ന് ആലോചിച്ചത്. മറ്റു തിരക്കാ, ആലോചിക്കാൻ അവിടെ സമയമുള്ളത്? ആലോചിക്കാൻ സമയമില്ല. മനുഷ്യനെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഓട്ടത്തിനിടയിൽ പിന്നെ അല്പം ഒന്ന് ഫ്രീ ടൈം കിട്ടി നമ്മളൊന്ന് മൊബൈലിൽ കയറി ചാറ്റ് ചെയ്യലായി, പലതും കാണലായി, പിന്നെ സമയം അങ്ങ് വലിച്ചുകൊണ്ട് അതങ്ങ് പോകും. പിന്നെ ഉത്തരവാദിത്തങ്ങളും തിരക്കാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് മൊബൈൽ അവസാനം ഇത് ചാർജ് തീരുകയോ നെറ്റ് തീരുകയോ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് ഉറങ്ങാണ്. അതുവരെ നമുക്കിതില്ലേ. പിന്നെ എപ്പോഴാ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിതത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കുക. അതിന് പറ്റിയ പരിപാടി അല്ലാഹു കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ്. പിന്നെ വേറെ ഒന്നുമില്ല. എന്തായാലും മൊബൈൽ ഇപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റി എല്ലാം ഒന്ന് ആലോചിച്ച് വെച്ചു. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചല്ല ഒരാൾക്ക് റക്കാത്തിന്റെ എണ്ണം പിടികിട്ടൂല. ഇതെല്ലാം ഇമാമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ കൃത്യമായി ഇനി തെറ്റിയാൽ 3 റക്കാത്തിൽ നിന്നാലും ആരെങ്കിലും എല്ലാവരും 3 ഒരാൾക്കാരിക്കും പറഞ്ഞു, ഇമാമിന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം എല്ലാവരും ഇതിനെ പറയും. എനിക്കൊരു സംശയമുണ്ട്, സാധാരണ അത്ര സമയം എടുത്തില്ല എന്ന്. അല്ലാതെ ഇത് 3 ആയിട്ടുള്ളൂ എന്ന് പറയാൻ മാത്രം നമുക്ക് ശ്രദ്ധയില്ല. അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 4 അയാൾ നിസ്കരിക്കണമല്ലോ. അതിനാണ് നമ്മൾ ശമ്പളത്തിന് ആളെടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം അയാളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ അത് ഓർക്കാറ് പോലുമില്ല. ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ പലരും നിസ്കാരത്തിന് റക്കാത്തിന്റെ എണ്ണം തെറ്റും എന്നത് കാര്യങ്ങൾ പല കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ചിന്തയിലാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഈ നിസ്കാരം കൊണ്ട് നമ്മൾ എവിടെ പോകുമ്പോൾ റബ്ബിന്റെ മുമ്പിലേക്കോ ഇതുകൊണ്ട് റബ്ബ് ഞാൻ ഭയങ്കര നിസ്കാരക്കാരൻ, നിസ്കാരമൊക്കെ ഈ കണക്കുകൾ എടുത്തിട്ട് എവിടെ ഫിർദൗസിൽ പോട്ടെ എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ നിൽക്കുന്ന, ആ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇതെവിടെ എടുത്തെറിയേണ്ടത് സാർ? നമ്മുടെ ഈ നിസ്കാരങ്ങളൊക്കെ ചവറ്റുകുട്ടിയെ പോലും ഇടാൻ കഴിയാത്ത വിധം വേസ്റ്റല്ലേ എന്തുമാത്രം കാര്യങ്ങൾ അങ്ങ് ചിന്തിച്ചു കൂട്ടിയത്. നിസ്കാരത്തിനകത്ത് കൈകെട്ടിയിട്ട് പോലും ആഭാസത്തരങ്ങളും മ്ലേച്ഛവൃത്തികളും ദുനിയാവുമല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത നിമിഷങ്ങളുണ്ട് നമസ്കാരത്തിൽ. അതല്ലേ നമസ്കാരത്തിൽ അള്ളാഹു ആഗ്രഹിക്കുന്നത്? മനുഷ്യൻ അള്ളാഹുവിനോട് മാറി നിൽക്കുന്ന നിമിഷം അതല്ലേ നമസ്കാരം എന്നുള്ളത്. അതല്ലേ നമസ്കാരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് പറഞ്ഞത്, ഒരു സ്വഹാബിയുടെ നിസ്കാരം കണ്ടു. അയാൾ നിസ്കരിക്കുകയാണ് ഇങ്ങനെ കാക്ക കൊത്തുന്നത് പോലെ, കോഴി അരിമണികൾ കൊത്തിപ്പൊറുക്കുന്നത് പോലെ പടപടാന്ന് നിസ്കരിച്ച ഒരു മനുഷ്യൻ നിസ്കാരം പൂർത്തിയാക്കി വന്നപ്പോൾ റസൂൽ പറഞ്ഞ് നിൽക്കാൻ എവിടെ പോകുന്നു, എന്തിനാ നിസ്കരിച്ചതെന്ന്, ആർക്ക് വേണ്ടി നമസ്കരിച്ചെന്ന്, ആരെ മുമ്പിലാണ് നിന്നതെന്ന് നിനക്കറിയുമോ എന്ന് റസൂലിന്റെ ചോദ്യം. നീ റബ്ബുമായുള്ള കൂടിക്കാഴ്ചക്ക് നിന്നവനല്ലേ? റബ്ബുമായുള്ള കൂടിക്കാഴ്ചക്ക് നിന്നിട്ട് ഇങ്ങനെയാണോ നമസ്കാരം പൂർത്തിയാക്കുന്നത്? ഇതിന്റെ ഖുശൂ എവിടെയെന്ന്, ഇതിന്റെ റുക്കൂ എവിടെയെന്ന്, ഇതിന്റെ സുജൂദ് എവിടെയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സുജൂദുകൾ പൂർത്തിയാക്കണം, റുക്കുകൾ പൂർത്തിയാക്കണം, അതിന്റെ ഖുശൂ ഭയഭക്തി പൂർത്തിയാക്കണ്ടേ? എവിടെയാണ് റുക്കുവിൽ നീ അവധാനതയോടെ നിന്നത്? എവിടെയാണ് സുജൂദിൽ നീ അവധാനതയോടെ കടന്നത്? ഖിയാമിൽ നിന്നപ്പോ നീ എവിടെയാണ് ഏകാഗ്രമായി നിന്നത്? ഇത് നിസ്കാരമല്ലടോ മനുഷ്യ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയൻദുറുൽ മർഉ കൈഫ യുനാജിഹി. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഓരോ മനുഷ്യനും പരിശോധിക്ക്. നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ നിൽക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട്. അതാ ഇഹ്സാനൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ റബ്ബ് നിങ്ങളെ കാണുന്നില്ലേ? അല്ലാഹു അക്ബർ എന്ന് ആദ്യത്തെ തക്ബീറിന് പേര് തക്ബീറത്തുൽ ഇഹ്റാം എന്ന്. അനുവദനീയമായതെല്ലാം അതോടെ ഹറാമായി. നമുക്ക് അനുവദനീയമായത് കളിയും ചിരിയും തമാശയും ഭക്ഷണം കഴിക്കലും ഓടലും ചാടലും തൊട്ടുനോക്കലും അങ്ങനെ ജീവിതത്തിന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും ചിന്തകളും ഒക്കെ നമുക്ക് അനുവദനീയമായിരുന്നതെല്ലാം ആ നിമിഷത്തേക്ക് കൊണ്ടുവന്നിട്ട് ദുനിയാവ് പൂർണ്ണമായി എനിക്ക് ഹറാമ്, എനിക്ക് അള്ളാഹ് മാത്രം, ദുനിയാവേ വിട്ടു എന്നിട്ട് അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ചൊരു മനുഷ്യൻ നിൽക്കാൻ തുടങ്ങാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന ആദ്യത്തെ തക്ബീർ ചൊല്ലി മനുഷ്യൻ കൈകെട്ടുമ്പോ ആ നിമിഷം മുതൽ റബ്ബുമായുള്ള കൂടിക്കാഴ്ചയിലാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും മറുപടി പറയാൻ റബ്ബ് നിൽക്കാണ്. നമ്മൾ പറയുന്ന ഹംദിന് അല്ലാഹുവിന് മറുപടിയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് റബ്ബിന് മറുപടിയുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് റബ്ബിന് മറുപടിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നമ്മുടെ ദിക്റുകൾക്ക് മറുപടിയുണ്ട്, നമ്മുടെ സ്മരണകൾക്കും ചിന്തകൾക്കും മറുപടിയുണ്ട്. അങ്ങനെ റബ്ബിനെ ഓർക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ റബ്ബ് നമ്മളെ ഓർക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി നിന്ന് ഞാൻ നിങ്ങൾ ഇങ്ങനെ മറക്കുക, നിങ്ങൾ ഞാൻ ഓർക്കുമെന്ന്. പക്ഷെ ഇവിടെ ഓർക്കാൻ നിന്നത് നിസ്കാരത്തിനകത്ത് നിൽക്കും അല്ലാഹു ഓരോ മനുഷ്യനെയും പ്രത്യേകം നോക്കും. അവന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി
റബ്ബ് ഓരോ മനുഷ്യനിലേക്കും പ്രത്യേകം ശ്രദ്ധിക്കുന്ന സമയമാണ് നമസ്കാരം. ആ സമയത്തും റബ്ബിനെ ഓർക്കാൻ നമ്മളെ കൊണ്ട് കഴിയാതെ പോയാൽ, ആ നമസ്കാരത്തിനകത്ത് പോലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി കടന്നു വരാതിരുന്നാൽ പിന്നെന്ത് മനുഷ്യരാണ് നമ്മൾ? റബ്ബിന് വേണ്ടി മാറി നിൽക്കുന്നിടത്തും റബ്ബില്ല. ഈ ദുനിയാവിന്റെ പിറകെ നമ്മൾ എപ്പോഴും ഉള്ളത്, സദാ ദുനിയാവിന്റെ പിറകെ ഉള്ളത്. എല്ലാവരും ഹൃദയത്തിൽ ഇടമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. എല്ലാവർക്കും സ്ഥലം കൊടുത്തു, എല്ലാവർക്കും ഇടം കൊടുത്തു, എല്ലാവർക്കും സ്നേഹം കൊടുത്തു, എല്ലാവരെയും ഓർത്തു നമ്മൾ. പക്ഷെ റബ്ബിനെ ഓർക്കാൻ വേണ്ടി നമ്മൾ മാറി നിന്നിട്ട് അവിടെയും റബ്ബിനെ ഓർക്കാതിരുന്നാൽ അത് എത്ര വലിയ നന്ദികേടാണ്. അതാ ചോദ്യം. അതുകൊണ്ടാണ് നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് ഖുർആൻ പറഞ്ഞത്. നമസ്കരിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഓർത്തില്ല? എന്തിനാ നിസ്കരിക്കാൻ പറഞ്ഞത്? ഇന്നനി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി വലദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും വലിയ കാര്യം റബ്ബിനെ മനുഷ്യൻ ഓർക്കുക എന്നുള്ളതാണ്. റബ്ബിനെ ഓർക്കുക എന്നുള്ളത് റസൂൽ റുകൂഇൽ പറയാറുണ്ട്, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅ ലക സമഈ വബസരി വമുഖി വഅലമി വമസ്തഖല്ലത് ബിഹി ഖദമി. അല്ലാഹുവേ എന്റെ കണ്ണുകൾ നിന്നെ ഓർത്ത് ഭയപ്പെടുകയാണ്, എന്റെ കാതുകൾ നിനക്ക് വേണ്ടി ഭയഭക്തിയിലേക്ക് വീഴുകയാണ്, എന്റെ കൈകൾ, എന്റെ കാലുകൾ, എന്റെ കാൽപാദം വഹിക്കുന്ന ഓരോന്നും, ഓരോ മഫ്സലുകളും, ഓരോ ജോയിന്റുകളും, ഓരോ ഞരമ്പുകളും അല്ലാഹുവേ നിന്നെ മുമ്പ് ഓർത്ത് ഭയപ്പെടുകയാണ് റബ്ബേ എന്ന്. ആ ഭയഭക്തിയിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് നമസ്കാരത്തിന്റെ ആത്മാവ്. അങ്ങനെ ജീവനുള്ള നമസ്കാരം നിസ്കരിച്ച് എത്ര പേരുണ്ടാകും? അങ്ങനെ എത്ര ഭക്തി നിസ്കാരം നമ്മുടെ കയ്യിലുണ്ടാവും? കടമ പൂർത്തിയാക്കാൻ ഒരുപക്ഷെ ഈ നാടകങ്ങൾ മതിയാകും. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ വില വയ്ക്കണമെങ്കിൽ ജീവനുള്ള നമസ്കാരങ്ങൾ വേണം. ആ ജീവൻ എന്നുള്ളത് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റും ഖുശൂഉമാണെന്നത് മറന്നു പോകാൻ പാടില്ല. വിശ്വാസികൾ ഗൗരവത്തോടെ ആലോചിക്കുക. നമ്മൾ നമസ്കരിക്കണം കൃത്യമായി. നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും റബ്ബ് തയ്യാറല്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്തൊരു മേഖല ഉണ്ടെങ്കിൽ അത് നമസ്കാരമാണ്. ആ ഗൗരവത്തോടെ നമ്മൾ അതിനെ കാണണം. ജീവിതത്തിന് ഒരു ഘട്ടത്തിൽ നമസ്കാരം വിട്ടുപോകാൻ പാടില്ല. ഒരു മേഖലയിലും നമസ്കാരം നമ്മൾ കൈമോശപ്പെടുത്താൻ പാടില്ല. അതിന് ദുനിയാവ് തടസ്സമാകാനേ പാടില്ല. റിജാലുല്ലാ തുൽഹീഹിം, ഒരു സമൂഹമുണ്ട്, അവർക്ക് തടസ്സമായിട്ടില്ല, അവർക്ക് തടസ്സമായിട്ടില്ല കച്ചവടങ്ങളോ തിജാറത്തോ അൽസുല, നമസ്കാരത്തിന് കച്ചവടമോ ഉപജീവനമോ ദുനിയാവിന്റെ ഒരു ബന്ധങ്ങളും തടസ്സമാകാതെ കൃത്യമായി നമസ്കാരത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ കുറെ ആൾക്കാരുണ്ട് എന്ന് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെടണം. ഇല്ലെങ്കിലോ നാളെ പരലോകത്ത് ആദ്യ വിചാരണയ്ക്ക് വേണ്ടി നമസ്കാരം എടുത്തിട്ട് നാളെ എന്ത് ചെയ്യും? ഞെരിയാണിക്ക് മുകൾ വസ്ത്രം ഉയർത്തപ്പെടുകയും കാലിന്റെ വണ്ണ വെളിവാവുകയും ചെയ്യുന്ന ദിവസമുണ്ട്. ഈ കാൽ വണ്ണ വെളിവാകുന്ന ദിവസം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അന്ന് അത്രയും ഉണ്ടാകും മനുഷ്യന്റെ ടെൻഷൻ എന്നുള്ളതാണ്. അത്രയും ഉദ്യോഗജനകമായ മുഹൂർത്തം. എന്തുണ്ട്, എങ്ങനെ ചെയ്ത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചുകൊണ്ട് ഭയന്ന് പറച്ച് പരക്കം പായുന്ന നിമിഷമുണ്ടല്ലോ മഹ്ശറിൽ. അന്ന് അല്ലാഹു പറയും സുജൂദ് ചെയ്യാൻ. അന്ന് സുജൂദ് ചെയ്യാൻ പറയും. എല്ലാ മനുഷ്യനും സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കും. റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി ഓരോ മനുഷ്യനും ആഗ്രഹിച്ചിട്ട് ഇന്ന് സുജൂദിൽ വേണ്ടി രക്ഷപ്പെടാമെന്ന് കണക്കാക്കും. നടുവളയില്ല നിങ്ങളിൽ ആയസ്തത്തിയൂന. ദുനിയാവിൽ നമസ്കരിക്കാൻ വിളിച്ചിട്ട് ഉത്തരം കൊടുക്കാത്ത ഒരു മനുഷ്യനും, ദുനിയാവിൽ വെച്ച് നമസ്കരിക്കാത്ത ഒരു വ്യക്തിക്കും അന്ന് സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. വഹും സാലിമൂന, അവർ മുമ്പ് വിളിക്കപ്പെട്ടു സുജൂദിലേക്ക്. വഹും സാലിമൂന, അന്ന് സുരക്ഷിതരായിരുന്നല്ലോ. ജീവിതത്തിൽ സുരക്ഷിതമായ ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് 5 നേരം നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ആ നമസ്കാരം കൈയൊഴിഞ്ഞവർ എങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഇനി ഇവിടെ സുജൂദ് ചെയ്യാൻ കഴിയുക എന്ന്? കഴിയില്ല. നാളെ പരലോകത്ത് പടച്ചവന്റെ കോടതിയിൽ നമസ്കാരം ശീലമാക്കിയവരെല്ലാം സുജൂദിലേക്ക് പോകുമ്പോ നടുവളക്കാൻ കഴിയാതെ ആ മാസ്റ്ററിൽ നിൽക്കേണ്ടി വരും വലിയൊരു സമൂഹം ആൾക്കാർക്ക്, നമസ്കാരം ഒഴിവാക്കിയവർക്ക്. അതുകൊണ്ട് ഗൗരവത്തോടെ ജീവിതത്തിന്റെ ഒന്നാം പരിഗണന നമസ്കാരത്തിന് കൊടുത്തുകൊണ്ട് ജീവിതത്തിലുടനീളം ഈമാനും നമസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം.